ഹായ് പിള്ളേരെ, ഇനി നമുക്ക് ഔട്ട് പാസ് ദിവസമായിരുന്നു കേട്ടോ. എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഔട്ട് പാസിന് പോകുന്നതാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലായി, ബർത്ത്ഡേക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, ആ ഡ്രസ്സായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ്. 2 മണിക്കായിട്ടോ ഔട്ട് പാസ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അതിന് 2:30 ആയിട്ടുണ്ട്. കാരണം എങ്ങനെ, ഞങ്ങളല്ലേ പെൺപിള്ളേരല്ലേ, അങ്ങനെയൊക്കെ തന്നെ. എന്നിട്ട് നേരെ ഞങ്ങൾ ഓട്ടോയിൽ കയറാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് അടിക്കുക എന്നാ കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഹോസ്റ്റലിൽ എല്ലാവരും ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ നേരെ ഒരു ഓട്ടോയിലേക്ക് കയറി 8 കൂടെ കുത്തി നിറച്ച് കയറി നേരെ ബേക്കാച്ചിലോട്ടായിട്ടോ പോയത്. ഫുഡൊക്കെ ഓർഡറാക്കി, ഫുഡ് വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് കൂടുതൽ ടൈം വേണം ഫുഡ് കിട്ടാനായിട്ട്. ഞങ്ങൾ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാട്ടോ. ഈ ലോഡർ ഫ്രൈസിന് എന്തോ ടേസ്റ്റാണ്, നല്ല സെറ്റ് ലോഡർ ഫ്രൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ ഷാർജ, ഇവിടുത്തെ നാട്ടിലെ ഷാർജ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലെ ഷാർജയ്ക്ക് നല്ല ഐസ്ക്രീമൊക്കെ വെച്ചിട്ടല്ലേ, പക്ഷേ ഇവിടുത്തെ അങ്ങനെയൊന്നുമില്ല. പിന്നെ തിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രോസ്റ്റഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രോസ്റ്റഡ് തിന്നുള്ള വയറില്ലാത്തതുകൊണ്ട് നമ്മളത് പാഴ്സൽ എടുക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഇപ്പുറത്ത് ഇവളുമാർ തിന്നുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തത്, അപ്പോൾ അതൊക്കെ ഷോ കാണിച്ചെന്ന് തിന്നുന്നുണ്ട്. നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണല്ലോ ഒരു കണ്ണാടി ഉണ്ടായതിനെ വെറുതെ വിടൂല എന്നുള്ളത്. അത് ഞങ്ങളും പാലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ടോ ഇരുന്നത്. വീഡിയോയും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവിടെ നിന്നൊരു ഇത്തായിട്ടോ വിളിച്ചത്. എന്നിട്ടായിട്ട് നേരെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആക്ഷൻ കാണിക്കും ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ആക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം സിംഗിളായിട്ടുള്ള ഫോട്ടോ എടുപ്പായി. പിന്നെ റൂംമേറ്റ്സ് തമ്മിലുള്ള ഫോട്ടോ എടുപ്പൊക്കെ ആയി. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് എന്നിട്ടും പിള്ളേരൊന്നും ഇറങ്ങുന്നില്ല. എടുത്തിട്ട് മതിയാവുന്നില്ല, കാരണം സെറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലം കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ഇറങ്ങുവാണ്. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ലിഫ്റ്റ് കയറി താഴെ പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ എത്തിയപ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ നേരെ വെള്ളം എടുക്കാനായിട്ട് പോയി. വെള്ളം കുടിച്ചിട്ട് കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് നടന്ന് പോവുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കി നാളെ.